അടൽ ബ്രിഡ്ജിന്റെ സമീപ ഭാഗത്തായിട്ടാണ് ഈ ഒരു കാഴ്ച ഞങ്ങൾ കാണുവാൻ ഇടവന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് മൊബൈൽ എടുത്ത് വീഡിയോയിൽ ഈ ഒരു ചിത്രീകരണം ഞാൻ നടത്തുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കനാലാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. സബർമതി റിവർ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കിലോമീറ്ററോളം ദൈർഘ്യമുള്ള വലിയൊരു കനാൽ, അതായത് ഗുജറാത്ത് എന്ന് പറയുന്ന ദേശത്ത് അന്നേ കാലഘട്ടത്തിൽ വലിയ മഴയുടെ ലഭ്യതയില്ലാത്തതിനാൽ ജലത്തിന്റെ ലഭ്യത നന്നേ കുറവുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് മോദി സർക്കാർ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സംവിധാനം, കനാൽ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ന് ഒത്തിരിയേറെ വളർച്ചയുടെ പാതയിൽ മുന്നേറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു സബർമതി റിവറാണ്. കൃഷിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് വ്യവസായ ശാലകളിലേക്കുള്ള ജലത്തിന്റെ ലഭ്യത പോലും നമുക്ക് ഇന്ന് ലഭ്യമാകുന്നത് ഈ ഒരു റിവറിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ ലഭ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിവർ ഫ്രണ്ട്, ഒപ്പം തന്നെ റിവറിനുള്ളിലും ഒക്കെ നല്ല രീതിയിൽ മാലിന്യ വിമുക്തമാക്കുവാനായിട്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റിവർ ക്ലീനർ എനിക്ക് എക്സ്പ്ലോർ ചെയ്യുവാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു റിവറിനുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള വേസ്റ്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഈ ഒരു യന്ത്രത്തിലൂടെ നമുക്ക് നടപ്പിലാകുന്നത് കാണുവാൻ സാധിക്കും. അത് പരമാവധി സൂം ചെയ്ത് എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അടൽ ബ്രിഡ്ജാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ കീഴിലൂടെ ഇത് യാത്ര ചെയ്യുകയാണ്. കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കനാൽ. ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ദൈർഘ്യമേറിയ സമയം ആവശ്യമാണ്, പരിശ്രമം ആവശ്യമാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇത് പ്രധാനമായിട്ടും സബർമതി എന്ന് പറയുന്ന ദേശത്തിന് അടുത്തായിട്ടാണ് ഈ ഒരു ക്ലീനിങ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഗുജറാത്തിൽ വസിക്കുന്നവര് സാധാരണഗതിയിൽ നദിയിലേക്ക് ഒരു രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിക്ഷേപിക്കാറില്ല എന്നുള്ളതാണ്. ഈ ഒരു റിവറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ധാരാളം മീനുകള് ഈ ഒരു തടാകത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു കാരണവശാലും ആരും തന്നെ ഈ ഒരു മീനുകളെ പിടിക്കാറില്ല, ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിന്റെ മാത്രമായിട്ടുള്ള വലിയൊരു പ്രത്യേകത. പ്രധാനമായിട്ടും ഗുജറാത്തികൾ സസ്യാഹാരം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. മാംസാഹാരമോ മറ്റ് മാംസ സംബന്ധമായിട്ടുള്ള ആഹാരങ്ങളോ അവ പൊതുവെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ മീൻപിടുത്തം എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമായിട്ട് നിലകൊള്ളുകയാണ്. ഒരു മതപരമായ കാര്യം കൂടിയായിട്ട് അത് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നിലകൊള്ളുന്നത്.